പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധായി സ്നേഹമുള്ള സഹോദരന്റെ ഈശോ തൻ്റെ സകലത്തെയും പീഡാനുഭവത്തെ പറ്റി മുൻകൂട്ടി 3 സ്ഥലത്ത് പറയുന്നുണ്ട്. യേശു പറയുകയാണ്, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ നല്ല ദിവസങ്ങളായിരിക്കുകയില്ല, മനുഷ്യപുത്രനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. യേശു പറയുന്നത് ഉപയോഗിച്ചത് മനുഷ്യപുത്രൻ എന്ന പദമാണ്. ഇത് സൺ ഓഫ് മാൻ. ഇവിടെ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. അവർ മനുഷ്യപുത്രനെ പേടിക്കുകയും അടിക്കുകയും മർദ്ദിക്കുകയും കുരിശിൽ തറയ്ക്കുകയും കൊല്ലുകയും ചെയ്യും. 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടും. അത് സുവിശേഷത്തിന്റെ രക്ഷാകര കർമ്മങ്ങളുടെ രക്തചുരുക്കമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അവർ അവരെ പ്രഹരിക്കുകയും പരിഹസിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. അപ്പോൾ യേശു മനുഷ്യന്റെ രക്ഷ നേടിത്തന്നത് സഹനത്തിലൂടെയാണ്. യേശുവിന്റെ കുരിശിൽ തറച്ചു, യേശു മരിച്ചു, യേശുവിനെ ഒരു തിരുക്കച്ചയിൽ പൊതിഞ്ഞു. ആ തിരുക്കച്ചയാളുടെ പ്രതീകമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇറ്റലിയില് റോമിൽ നിന്നും 19 കിലോമീറ്റർ ടൂറിൻ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. ഒരു ബസിലിക്കയിലാണ് ഈ തിരുക്കച്ച സൂക്ഷിച്ചിരിക്കുന്നത്. 10 വർഷമൊക്കെ കൂടുമ്പോഴാണ് അത് പബ്ലിക്കായിട്ട് പ്രദർശനത്തിന് വെക്കുക. അങ്ങനെ പ്രദർശനം വെച്ച നാളുകളിൽ ഞങ്ങൾ ഇസ്രായേലും റോമിനും ഒക്കെ കുറെ 25 വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ ഈ കച്ചയുടെ പ്രദർശനം കാണാനായിട്ട് പോയി. അന്ന് ഞാൻ വാങ്ങിയതാണിത്. അപ്പോൾ യേശുവിന്റെ സഹനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. യേശുവിന്റെ പ്രതിരൂപ അത്ഭുതകരമായിട്ട് ആ കച്ചയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അത്ഭുതകരമായിട്ട് ആ കച്ചയിൽ യേശുവിന്റെ സഹനങ്ങൾ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ രക്ഷാകരമായ സഹനങ്ങള്, അവിടുത്തെ രക്തം ചിന്തിയതൊക്കെ പതിഞ്ഞ, അതുപോലെ സുഗന്ധ വസ്തുക്കളൊക്കെ പുരട്ടി അഭിഷേകം ചെയ്ത് തിരുക്കച്ചയിൽ പൊതിഞ്ഞ് സംസ്കരിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത്. രണ്ടാമതായിട്ട് ഇന്നത്തെ സുവിശേഷത്തില് സബദി പുത്രന്മാരുടെ അമ്മ, സബദി പുത്രന്മാരാരറിയ അപ്പന്റെ പേരാ സബദി, അമ്മയുടെ പേര് കൂടെ പറയുന്നില്ല. ഇത് യാക്കോബ് യോഹന്നാനുമാണ്. ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട 3 ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യോഹന്നാൻ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ. അതാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ഈ 3 ശിഷ്യന്മാരിൽ ഇവര് 2 പേര് ഈ അധികാരഭ്രമം എല്ലാവർക്കും ഉള്ളതാണ്. ഇത് മനുഷ്യന്റെ രക്തത്തിലുള്ളതാണ്. ഈ അധികാരം ആർക്കാണ് പ്രഥമ സ്ഥാനം, ആരാണ് ഇടത്തിരിക്കേണ്ടത്, വലത്തിരിക്കേണ്ടത്, ഇതൊക്കെ ഇരിക്കുന്നത് മാത്രമല്ല, സുപ്രധാന അധികാര സ്ഥാനങ്ങൾ ആർക്കു വേണ്ടി മാറ്റിവെക്കപ്പെടണമെന്നുള്ള ചിന്തയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ചിന്താഗതികളുണ്ട്. ഏതെങ്കിലും സമ്മേളനങ്ങളിൽ, ഈ പാർട്ടികളുടെയൊക്കെ സമ്മേളനങ്ങളിലാണെങ്കിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ സ്റ്റേജിലിരിക്കാൻ ആളുകൾ എല്ലാവരും കൂടി സ്റ്റേജിൽ കയറിയിരിക്കും. പുറത്ത് കേൾക്കാനായിട്ട് ഇരിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് സമ്മേളനം വരുത്തിയപ്പോൾ സ്റ്റേജ് തന്നെ തകർന്നു. കാരണം ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, അതിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരും കൂടെ ഇടിച്ച് എന്ന് സ്റ്റേജിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേജ് അടക്കം താഴേക്ക് പോയി. അങ്ങനെ 1-2 സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിലിരിക്കുക, ഉന്നത സ്ഥാനമാനങ്ങൾ നേടുക, കിടത്തും വലത്തുമായിരിക്കുക, മന്ത്രിയാകുക, MLA ആവുക, ഇങ്ങനെ. അത് നമ്മുടെ നാട്ടിൽ മാത്രമേ എല്ലായിടത്തും അങ്ങനെ അതിനുള്ള ശ്രമങ്ങളുണ്ട്. അതിൽ ഔഷധ വ്യാപാരത്തിൽ അധികാരം നേടണമെന്നുള്ളതാണ്. അധികാരം വഹിക്കുക, അധികാരം ഉണ്ടായിരിക്കുക. അധികാരം പോയി കഴിഞ്ഞാൽ പിന്നെ ആരും പരിഗണിക്കുകയില്ല. പ്രായം ചെന്നൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇളയ മകന് USC മകനാണ്. അപ്പോൾ മകന് 2 സ്ഥലം എഴുതി കൊടുത്തു. വേറെ സ്ഥലം ഉണ്ടായിരുന്നു. 90 വയസ്സുണ്ട്. ഇപ്പോൾ ഈ മനുഷ്യനോട് പറയുക, ആ സ്ഥലം തിരിച്ചെഴുതി തരാൻ അച്ഛൻ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എഴുതി കൊടുത്തത് തിരിച്ചെഴുതി തരാനായിട്ട് എങ്ങനെയാണ് പറയുന്നത്? ഇവിടെ ഞാൻ പറയാൻ പോയില്ല, പറഞ്ഞാൽ എഴുതി കൊടുക്കുകയില്ല. കാരണം
വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് സ്ഥലം ആവശ്യമില്ല, ചെലവ് നടന്നാൽ മതി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ലൗകികമായിട്ടുള്ള മാനദണ്ഡങ്ങളും താല്പര്യമുണ്ട്. കാരണം നമ്മൾ ശരീരബദ്ധരായതുകൊണ്ടാണ്, നമ്മൾ ശരീരത്തിലാണ് ജീവിക്കുന്നത്, ആഹാരം കഴിച്ചുകൊണ്ടാണ്, അന്നം കഴിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നോഹിന്റെ ജലപ്രളയത്തെ പറ്റിയും നോഹയും കുടുംബമൊക്കെ രക്ഷിക്കപ്പെട്ടതിനെ പറ്റിയും ഇന്നത്തെ വചനത്തിലുണ്ട്. നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രത്യേകമുണ്ടാക്കിയത്? നോഹ എന്ന് പറയുന്ന ഒരു നാടകം, അത് സ്ഥിരം നാടകമാണ്, 1-2 കൊല്ലമൊക്കെ നടക്കും. അത് ഞാൻ പണ്ട് അമേരിക്കയിൽ പോയപ്പോൾ ആ നാടകം കാണാൻ പോയി. ഒരു 400 കിലോമീറ്റർ അകലെയാണ് യാത്ര ചെയ്തവിടെ പോയി. അപ്പോൾ അതിൽ പോകുന്ന വഴിയരികിൽ ഈ പുതിയ പഴയ ശൈലി ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരു കുതിരവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നത് അമേരിക്കയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് അവിടെയുണ്ട്. പോകുന്ന വഴിയരികിൽ അത് കാണാം. വാഹനങ്ങളൊന്നും ഉപയോഗിക്കില്ല, കുതിരവണ്ടിയും അതുപോലെ ജീവിതവും പ്രകൃതിപരമായിട്ടുള്ള ജീവിതമൊക്കെ അതെല്ലാം കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ ഈ നാടകം. അപ്പോൾ ഈ നോഹയുടെ പെട്ടമൊക്കെ സ്റ്റേജിൽ വിപുലമായിട്ടൊക്കെ ആധുനിക സജ്ജകളോടെ കാണിക്കുകയാണ്. ആനയും കുതിരയും സിംഹവും പുലിയൊക്കെ ഇറങ്ങി വരുന്നത്, ഈ 2 ജോഡികളായിട്ട് നടന്ന് പെട്ടകത്തിലേക്ക് കാലുവെച്ച് നടന്നു കയറുന്നതൊക്കെ സജീവമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചായിരിക്കണം. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടകാണെങ്കിൽ വളരെ പോയത്. അതുപോലെ തിയേറ്റേഴ്സ് നന്നായിട്ട് പണം മുടക്കി ചിലവാക്കിയിരിക്കുന്നത്. ഒരു ടിക്കറ്റിന് ഇവിടുത്തെ 2500 രൂപയോളം മുടക്കണം. ഇങ്ങനെയാണ് ഇപ്പോൾ അതിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ജലപ്രളയം ഉണ്ടായതിനെപ്പറ്റി ബൈബിളിന്റെ കാലം പറയുന്നത് തിന്മ വർദ്ധിച്ചു എന്നുള്ളതാണ്. ലോകത്തിൽ തിന്മ വർദ്ധിച്ചു, മനുഷ്യനിൽ തിന്മയുണ്ട്. ഇത് നമുക്ക് നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല. അതാണ് അതിന്റെ കാരണം. തിന്മ വർദ്ധിച്ചു, മനുഷ്യൻ ഭൂമിയിൽ പെരുകി. എന്തൊക്കെയാ തിന്മകൾ? കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. ഓരോ കാരണത്തിന്റെ പേരിൽ, സമൂഹത്തിന്റെ പേരിൽ, രാജ്യത്തിന്റെ പേരിൽ, യുദ്ധത്തിന്റെ പേരിലൊക്കെ ആയിരങ്ങൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ. യേശു പറഞ്ഞിരിക്കുന്നത് ഒരു കാരണത്തിന് മറ്റേ കാരണം കൂടി കാണിച്ചു, ഗാന്ധിജി അങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. എന്നാൽ തിന്മയുടെ അതിപ്രസരം ലോകത്തിലുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് പിടിച്ചുപറി, മോഷണം, കൊലപാതകം, ആത്മഹത്യ, അതുപോലെ മദ്യപാനം, മയക്കുമരുന്ന്, എന്തെല്ലാം തിന്മകളാണ് ലോകത്തിലുള്ളത്. അതിൻ്റെ അതിപ്രസരം ഈ ഭൂമിയിലുണ്ട്. അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ നമ്മൾ നന്മയിൽ ജീവിക്കുക എന്നുള്ളതാണ്. തിന്മയിൽ നിന്നും മാറി നിൽക്കുക, അല്ലെങ്കിൽ തിന്മയോട് വിട പറയുക, അനുതപിക്കുക, അനുബന്ധിതരാകുക. ഈ മൂല്യങ്ങളാണ് ഇതിൽ നിന്നും മാറി നിൽക്കാനായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്ന മൂല്യങ്ങൾ. അതുപോലെ അഹന്ത, മനുഷ്യനിൽ അഹന്തയുണ്ട്. ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നതാണെന്നറിയാം. നമ്മളെല്ലാവരും മരിച്ചു പോകേണ്ടതാണ്. ഇപ്പം എൻ്റെ അപ്പൻ്റെ തലമുറയിലെ എല്ലാവരും കഴിഞ്ഞ വർഷത്തോടുകൂടി മരിച്ചു തീർന്നു. അപ്പം എൻ്റെ തലമുറയിൽ ആദ്യത്തെ നിങ്ങളുടെ കുടുംബം അനിത്താനോടെ വന്നായിരുന്നു. ഇപ്പം കുറേ 10-40 കുടുംബമുണ്ടല്ലോ. അപ്പോൾ അതിൽ എൻ്റെ തലമുറയിലെ ആദ്യത്തെ ആൾ മരിക്കുവരെ അടക്കനായി പോയത്. ഇപ്പം ആ തലമുറയുടെ 2 സിസ്റ്റേഴ്സ് രോഗികളായിട്ടുണ്ട്. ഉജ്ജയിലാണ്. അതിന് ആ സിസ്റ്ററിന് ക്യാൻസർ പിടിച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആ സിസ്റ്ററിൻ്റെ 2 വിരൽ പ്രമേയമൊക്കെ കുടിച്ചു കളഞ്ഞിട്ട് ആശുപത്രി കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ തലമുറകൾ ഓരോ തലമുറയും തീരുമ്പോൾ അടുത്ത തലമുറയെ കയറി പിടിക്കുന്നു. നമ്മളെല്ലാവരും കടന്നു പോകേണ്ടവരാണ്. ഇവിടെ സ്ഥിരമായിട്ടുള്ള വസതിയില്ല എങ്കിലും നമ്മളിവിടെ സ്ഥിരമായിട്ട് വസതി ഉണ്ട് എന്നുള്ള ചിന്തയിലാണ് പ്രവർത്തിക്കുന്നത്. റോമാക്കാർക്കുള്ള ലേഖനത്തില് പൗലോസ് പറയാൻ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്നതിന്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. കാരണം എന്നിൽ തിന്മ പ്രവർത്തികളുടെ എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന്റെ നിയമങ്ങളൊക്കെ ഞാൻ ആഹ്ലാദിക്കുന്നു. എന്നാൽ തിന്മയെ അതിജീവിക്കാനായിട്ട് ദൈവത്തിന്റെ കൃപാവരം
യേശുവിന്റെ രക്ഷ വഴി യേശുവിന്റെ കൃപാവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തിന്മയ്ക്കെതിരെ വിജയിക്കാനായിട്ട് കഴിയും. അതാണ് യേശുവിന്റെ വരപ്രസാദം എന്ന് പറയുന്നത്. മാമോദിസായും കൂദാശകളും വഴി ദൈവത്തിന്റെ കൃപ അനുസ്യൂതമായിട്ട് നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. ആ കൃപയോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാവുകയാണ്. നന്മയിൽ നിലനിൽക്കാനായിട്ട് കഴിയും. പിന്നെ സഭയിൽ അനുരഞ്ജനം എന്ന കൂദാശ വെച്ചിരിക്കുന്നത് തന്നെ മനുഷ്യനില് ഇങ്ങനെയുള്ള തിന്മയുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിതരായിട്ട് നന്മയിലേക്ക് കടന്നു വരാനും പ്രവർത്തിക്കാനും ജീവിക്കാനും മനുഷ്യന് കഴിയും എന്നുള്ള കാര്യമാണ് ഈ അനുരഞ്ജനം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയുടെ ആരംഭത്തിൽ അനുരഞ്ജിതരായി തീർന്നിടാമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അനുരഞ്ജിതമായ ഹൃദയത്തോടു കൂടി വേണം വിശുദ്ധ ബലിയിലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അണയാനെന്ന് ആ പ്രാർത്ഥന നമ്മെ എല്ലാ ദിവസവും അനുസ്മരിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്നും ആരെന്നെ മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. അതാണ് രക്ഷ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. രക്ഷ യേശുവിന്റെ പീഡാനുഭവ കുരിശുമരണവും ഉയർപ്പും വഴിയായിട്ട് നമ്മൾ ആദ്യം വായിച്ച ഭാഗങ്ങള്, അതുവഴി രക്ഷ നമുക്ക് കൈവന്നു. യേശുവോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാകും. തെറ്റു ചെയ്താലും അനുദപിച്ചു കഴിഞ്ഞ് രമ്യതയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് കൃപ നമ്മളിൽ ഉണ്ടാകും. നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരാകും. ദൈവകൃപയിൽ ജീവിക്കാനായിട്ട് കഴിയും. അങ്ങനെ അനുസൃതമായ നവീകരണത്തിന്റെയും തിരുത്തലിന്റെയും ജീവിത നവീകരണത്തിന്റെയും ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ആ പ്രക്രിയ നമ്മുടെ മരണം വരെയും തുടർച്ചയായിട്ട് അനുസൃതമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ